ആ ഖബറിലേക്ക് നിന്റെ ശരീരത്തെ ഇപ്പോഴേ കണക്ക് കൂട്ടിക്കോ മോനെ. അതാണ് നീ ബുദ്ധിയുള്ളവനാണെങ്കിൽ ചെയ്യേണ്ടതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പൊ യഥാർത്ഥ യാത്ര നമുക്കേതാണ് മക്കളെ? ആഖിറത്തിലേക്കുള്ള യാത്രയാണ്, സ്വർഗത്തിലേക്കുള്ള പാതയാ. അതിനുള്ള പ്രത്യേക ടേണിംഗ് പോയിന്റാണ് മരണം. മരണത്തിന് ശേഷം എന്തെന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പല മീമാംസകളും തത്വശാസ്ത്രങ്ങളും പരാജയപ്പെടുമ്പോ തലനാരിഴകീറി അത് വിശദീകരിക്കുന്ന അല്ലാഹുവിൻ്റെ മതമാകുന്ന പരിശുദ്ധ ഇസ്ലാം, നീ നന്നായി മരിച്ചില്ലെങ്കിൽ നിന്റെ മരണശേഷം മരിക്കാത്ത ജീവിതത്തിൽ നീ വല്ലാത്ത കഷ്ടപ്പാടിലാണ് മോനെ. അതുകൊണ്ട് നീ ആലോചിച്ച് തയ്യാറാക്കിക്കോ. ഫതസവ്വദ് മിനത്തഖ്വാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. ഓ ചെറുപ്പക്കാരാ, നിന്റെ രക്തം തിളയ്ക്കുന്ന സമയത്ത് ധാർമ്മികതയുടെ സീമകൾ ലംഘിച്ച് യാത്ര ചെയ്യാൻ നിനക്കെങ്ങനെ കഴിവ് വന്നു മോനെ? നിനക്ക് അല്ലാഹുവിനെ എങ്ങനെ മറന്നുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞു? കോടതിയുടെ സംവിധാനമോ പോലീസിന്റെ സംവിധാനമോ ഭൗതിക ലോകത്തുള്ള അത്തരം നിന്റെ പണിഷ്മെന്റിന്റെ വേദികളോ നിനക്ക് തുരുപ്പ് ചീട്ടായി ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തി രക്ഷപ്പെടാൻ കഴിയും. പക്ഷേ യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. നിന്റെ കണ്ണുകൾ മറച്ചു വെച്ചതും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചതും സർവ്വതും അറിയുന്നവനല്ലയോ? രാജാതിരാജനായ നിന്നെ സൃഷ്ടിച്ച അല്ലാഹു തആല. وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر. എല്ലാ ഖജാനയും അവൻ്റെ കയ്യിലാണ്, എല്ലാ ലോകവും അല്ലാഹുവിൻ്റെ അടുക്കലാണ്. പടച്ച റബ്ബ് അറിയാത്തതൊന്നുമില്ലെന്ന് നിനക്കറിയുമല്ലോ. മാത്രമല്ല മോനെ, കരയിലും കടലിലുമുള്ള സർവ്വതും അല്ലാഹു അറിയും. മാഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർദ് വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. എല്ലാം അറിയുന്നവനാണ് നാഥൻ കേട്ടോ. അല്ലാഹു തആല അറിയാത്ത ഒന്നുമില്ല. ആകാശഭൂമികളിലുള്ള സർവ്വതും കരയിലും കടലിലുമുള്ള സർവ്വതും എല്ലാം അറിയുന്ന അല്ലാഹു ഒരില പോലും അവനറിയാതെ കൊഴിഞ്ഞു വീഴുന്നില്ല. അവനറിയാതൊരു വിത്ത് പൊളച്ചു പൊന്തുന്നില്ല. നാളെ മണ്ണിനടിയിൽ നിന്നിട്ടിരിക്കുന്ന പയർ കിളിക്കുമോ ഇല്ലയോ? അതിൻ്റെ സീഡ് പോസിറ്റീവാണോ നെഗറ്റീവാണോ? അത് കിളിച്ചു വരുമോ നശിച്ചു പോയോ? മുഴുവനും അറിയുന്നവനാണ് അല്ലാഹു. വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഒരേകദേശ ധാരണയല്ല, ഒരു അപ്രോക്സിമേറ്റ് നോളജ് അല്ല, വളരെ കൃത്യമായി അറിയുന്നവനാണ്. റെക്കോർഡ് ചെയ്യപ്പെട്ട അറിവാണ്, നേരത്തെ നിശ്ചയിച്ചു പോയതാ. ഇതാണ് അല്ലാഹുവിൻ്റെ അറിവ്. അതുകൊണ്ട് പടച്ചവൻ കാണാത്തൊരു രാത്രിയില്ല, പടച്ചവൻ കാണാത്ത ഖൽബിൻ്റെ ഉൾഭാഗമില്ല. അതുകൊണ്ട് റബ്ബിനെ ആലോചിച്ച് ചിന്തിച്ച് അവൻ്റെ കൽപ്പനകളെ ശിരസാവഹിച്ച് നിരോധനകളെ വർജിക്കുന്ന തഖ്വയിലങ്ങ് നിൽക്കണേ മോനെ. നിന്റെ തയ്യാറെടുപ്പ് തഖ്വ കൊണ്ടാകണം, നിന്റെ വിഭവ സമാഹരണം തഖ്വയാകണം കേട്ടോ. ഫഇന്നക ലാ തദ്രി, നിശ്ചയമായും നീ അറിയുന്നില്ല
അറിയുന്നില്ല. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. രാത്രി മൂടിക്കഴിഞ്ഞാൽ ഫജ്റു സാദിഖ് വെളിവാകുന്നത് വരെ ഞാൻ ഉണ്ടാകുമോ? രാത്രിയിൽ കിടന്നുറങ്ങിയ എത്ര പേര് രാവിലെ വടിയായി പോയി, വിളിച്ചിട്ട് ഉറക്കിൽ നിന്ന് ഉണരാതെ പോയി, അറ്റാക്കെന്ന് സയൻസ് വിധി എഴുതിപ്പോയി. പെട്ടെന്നുള്ള മരണത്തിന് ആകെയുള്ള അത്താണിയതാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കുക. അങ്ങനെ രാത്രി മൂടിക്കഴിഞ്ഞാൽ ഫജ്റു സാദിഖ് വരെ, പ്രഭാതം വരെ നീ ജീവിക്കുമോ എന്ന് നീ അറിയുന്നില്ല. നിനക്ക് ഗ്യാരണ്ടി ഇല്ല. നമ്മൾ ഓടിക്കുന്ന വണ്ടിയുടെ സ്റ്റിയറിങ്ങിന് ഗ്യാരണ്ടി ഉണ്ട്, ക്ലച്ചിന് ഗ്യാരണ്ടി ഉണ്ട്, ഗിയറിന് ഗ്യാരണ്ടി ഉണ്ട്, അതിൻ്റെ എല്ലാ പാർട്ടിനും ഗ്യാരണ്ടി ഉണ്ട്. പക്ഷേ ഓടിക്കുന്ന ഡ്രൈവർക്ക് ഗ്യാരണ്ടി ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ആ തരത്തിലുള്ള സംവിധാനമല്ലേ നിനക്കുള്ളത്. അതുകൊണ്ട് മോനെ, നീ തഖ്വയാകുന്ന വിഭവ സമാഹരണം ഈ വിശാലമായ നീണ്ട യാത്രക്ക് വേണ്ടി കരുതി വെച്ചോളൂ. ഫകം മിൻ ഫതൻ അംസാ വഅസ്ബഹ ളാഹികാ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രീ. എത്ര ചെറുപ്പക്കാരാണ് അവരതാ കടത്തിണ്ണയിലും മറ്റും നിന്നുകൊണ്ട് കമൻ്റടിച്ച് രാവിലെയും വൈകുന്നേരവും എപ്പ നോക്കിയാലും ചിരിച്ചു തള്ളുകയാ, ചിരിച്ചു മറിയുകയാ. പ്രായമുള്ളവര്, കാല് വയ്യാത്തവര്, കൈവയ്യാത്തവര്, കണ്ണ് കാണാത്തവര്, ഇങ്ങനെ അശരണരായ ആളുകൾ മുന്നിലൂടെ കടന്നു പോകുമ്പോഴും ഇവൻ്റെ കമൻറ്റിൻ്റെ ആക്രമണം നിർത്തുന്നില്ല. അതാ ഉമ്മാമ്മമാരെ ഇവൻ വെറുതെ വിടുന്നില്ല. ഈ നിലക്ക് ടെക്സ്റ്റൈൽസിൻ്റെ തിണ്ണയിൽ കയറി നിന്ന് ചിരിക്കുന്ന ചെറുപ്പക്കാരാ. വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രീ. പ്രഭാതത്തിലും പ്രദോഷത്തിലും ചിരിച്ചു തള്ളുന്ന ചെറുപ്പക്കാരെത്രയാ. അവരുടെ കഫംപുടവ നെയ്യപ്പെട്ടു പോയത് അവരറിയുന്നില്ല. വേണമെങ്കിൽ ഇവൻ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ തിണ്ണയിലാണ് നിൽക്കുന്നതെന്ന് സങ്കല്പിച്ചാൽ ആ ടെക്സ്റ്റൈൽസിലെ കപ്ബോർഡിലൊരു തട്ടിൽ ഇവൻ്റെ കഫംപുടവ അടുത്ത നിമിഷം ഇവൻ റൈസ് ചെയ്തെടുത്തു കൊണ്ടുപോകുന്ന ടൂ വീലർ നിയന്ത്രണം തെറ്റി വന്നൊരു വാഹനത്തിൻ്റെ അടിയിൽ കയറി ചതഞ്ഞരഞ്ഞ് ഖതം ഹോഗയാ. അവൻ്റെ ജനാസ ഉടനെ പൊതിയാൻ, കഫംപുടവ എടുക്കാൻ അതേ ടെക്സ്റ്റൈൽസിലേക്ക് അവൻ്റെ ബന്ധുക്കളോടുന്നു. ഇതു നേരത്തെ ഇവനെ നോക്കി ചിരിക്കുന്ന വിവരം ഈ പാപം ചെറുപ്പക്കാരൻ അറിഞ്ഞില്ല. വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രീ. فكم من صغير يرتجى طول عمرهم وقد أدخلت أجسامهم ظلمة القبر. എത്ര എത്ര ചെറിയ കുഞ്ഞുങ്ങളാണ്. അവർ ദീർഘകാലം ഇവിടെ ജീവിക്കണമെന്ന് കൊതിക്കാത്തൊരാളും ഉണ്ടാകില്ല. എത്ര എതിരാളിയുടെ ചെറിയ കുട്ടിയാകട്ടെ, ആ കുട്ടിയുടെ ജീവിതം ഇവിടെ അവസാനിക്കണമെന്ന് മനുഷ്യന്മാരോ മൃഗങ്ങളോ പോലും ആലോചിക്കുകയില്ല. ആ തരത്തിൽ കുഞ്ഞുങ്ങളോടെല്ലാവർക്കും സ്നേഹമാണ്. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളോട് അവരൊരുപാട് കാലം ജീവിക്കണമെന്ന് കൊതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മദ്യം അകത്താക്കിയാൽ ചിലപ്പോൾ ആ ആഗ്രഹവും പോയി പോകും. ഈ അടുത്ത സമയത്ത് കൊല്ലം ജില്ലയുടെ കിഴക്കൻ പ്രവിശ്യയായ നിലമേൽ MC റോഡിൽ ഉള്ള ഒരു പോയിന്റാണ്. അവിടെ ബസ് കാത്തു നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട
SYSന്റെ മേഖലാ പ്രവർത്തന രംഗത്തു നിൽക്കുന്ന സിദ്ദീഖ് തങ്ങളുടെ ഉമ്മ ബീവി അവിടെ വാഹനം കാത്തു നിൽക്കുകയാണ്. അവരുടെ മകള് കൂടെയുണ്ട്. മകളുടെ കുട്ടിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയാണ്. വെഞ്ഞാറമ്മൂട് മുതൽ നിലമേൽ വരെ കിലോമീറ്ററുകൾ കണക്ക് ഭീതി പരത്തിയ കള്ളുകുടിയനായ ഒരു മനുഷ്യൻ ഓടിച്ചിരുന്ന കാറ് നിയന്ത്രണം വിട്ട് വിശാലമായ MC റോഡിന്റെ റൈറ്റ് സൈഡിലേക്ക് പാഞ്ഞു കയറി നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഇവരുടെ പുറത്തേക്ക് കയറി. ബീവി തൽക്ഷണം മരിച്ചു. മകള് സീരിയസ് ആയി ICUവിൽ. അക്കത്തിരുന്ന കുഞ്ഞ് ഈ കാറിന്റെ ബോണറ്റിൽ വീണു. ഈ ബോണറ്റിലിരിക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞടുത്ത നിമിഷം തെറിച്ചു വീഴുമെന്ന് കാണാതെ ഈ കശ്മലനായ കള്ളുകുടിയൻ 200 മീറ്ററോളം ആ കുഞ്ഞിനെ ബോണറ്റിൽ വെച്ചുകൊണ്ട് വണ്ടി വീണ്ടും ഓടിച്ചു. അവസാനം ഒരു പിക്കപ്പ് വാൻ കൊണ്ടുപോയി ഇടിച്ചാണ് അവന്റെ വണ്ടി നിർത്തിച്ചത്. ആ കുഞ്ഞിനൊരു പരിക്കും കൂടാതെ രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ കശ്മലന്മാരുണ്ടാകും. അല്ലാത്ത എല്ലാവർക്കും കുഞ്ഞുങ്ങൾ ഒരുപാട് കാലം ജീവിക്കണമെന്ന് കൊതിച്ചവരാണ്. പക്ഷേ വഖദ് ഉദ്ഖിലത് അജ്സാമുഹും ളുൽമതൽ ഖബ്രി, ഖബറിന്റെ ഇരുളറയിൽ ആ കുഞ്ഞുങ്ങളുടെ ശരീരം പ്രവേശിക്കപ്പെട്ടു പോയില്ലേ മോനെ? നീ ചിന്തിക്കുന്നുണ്ടോ? ഫകം മിൻ അറൂസിൻ സയ്യനൂഹാ ലിസൗജിഹാ വഖദ് ഖുബിദത് അർവാഹുഹും ലൈലത്തൽ ഖദ്രി. എത്രയോ പുതിയ പെണ്ണുങ്ങളാണ്, എത്ര പുതിയ ആപ്പിളമാരാണ്, എത്ര നവവധുക്കൾ വരന്മാരാണ്. അവരതാ ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി ഒരുക്കി നിർത്തുകയാ. പുതുജീവിതത്തിൽ പദമൂന്നാൻ നവവധൂവരന്മാർക്ക് ആശംസ അർപ്പിക്കാൻ വീടും നാടും ഒരുമിച്ച് നിൽക്കുമ്പോ അവരെ ഒരുക്കി ഭർത്താവിന് വേണ്ടി തയ്യാറാക്കി നിർത്തി. കല്യാണത്തിന്റെ തലേരാത്രിയിൽ ആ പെണ്ണിന്റെ റൂഹങ്ങ് പിടിക്കപ്പെട്ടോ, അല്ലെങ്കിൽ ചെക്കന്റെ റൂഹ് പിടിക്കപ്പെട്ടോ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു ആദ്യ രാത്രിയിൽ സംസാരിക്കാൻ ഒരുപാട് മന്ത്രമായി തലയിണ ചുവട്ടിൽ എഴുതി തീർക്കാനും തുന്നിച്ചേർക്കാനും ഒരുപാട് പേജുകൾ കാത്തിരിക്കുന്ന സമയത്താണ് നിക്കാഹ് കഴിച്ച് പെണ്ണുമായി പുതിയാപ്പള പോകുമ്പോ ആക്സിഡന്റിൽപ്പെട്ട് രണ്ടുപേരും ഉടൻ മരണപ്പെട്ടു. അല്ലെങ്കിൽ പെണ്ണ് മരണപ്പെട്ടു, പുതിയാപ്പള ബാക്കി, പുതിയാപ്പള മരിച്ചു, പെണ്ണ് ബാക്കി. ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ കാണാനുണ്ട് മോനെ. എന്നിട്ടും നീ അശ്രദ്ധമായി നടക്കുകയല്ലേ? കല്യാണ വീടുകളെ കുറിച്ച് പറയാതിരിക്കലാണ് നല്ലത്. ആ വിഷയം ഇവിടെ പ്രത്യേകം ചർച്ചയ്ക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എന്നാൽ കല്യാണ വീടുകൾ ഇന്ന് താളം തെറ്റിയിരിക്കുകയാണ്. എല്ലാ ധാർമ്മികതയുടെ മേഖലയും വിട്ട് കളിക്കുകയാണ്. അല്പവാട്ടീസടിക്കാതെ കല്യാണം ശരിയാകില്ലെന്ന് ചിന്തിക്കുന്നവർ വരെ നാമധാരി മുസ്ലിങ്ങളിൽ വരെ ഉണ്ടായിപ്പോയോ? സംശയിക്കുന്ന കാലഘട്ടമാണ്. സുബ്ഹാനല്ലാഹ്, ആഡംബരത്തിന്റെ പേരിൽ എന്തെല്ലാം തോന്നിവാസങ്ങൾ, ആണും പെണ്ണും ഇടകലരുന്ന സ്വഭാവങ്ങൾ, ഹറാമുകൾ വാരിക്കൂട്ടുന്ന സ്വഭാവം, നിസ്കാരം ഖളാക്കുന്നു അമ്മോശനും പുതിയാപ്പിളയും എല്ലാം. പെണ്ണിന്റെ കാര്യം പറയാതിരിക്കലാണ് നല്ലത്. ഈ തരത്തിൽ കാര്യങ്ങൾ മാറുകയല്ലേ? ഒരൽപ്പം ചിന്തിച്ചിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ? ഇന്നലെ വരെ ഇവരൊരുമിച്ച് തോളിൽ കൈയിട്ട് നടന്നിരുന്നെങ്കിൽ കല്ലേറ് വാങ്ങുമായിരുന്നു. സമൂഹത്തിൽ വ്യഭിചാരമെന്ന കുറ്റത്തിനിരയാകുമായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി ലളിതമായൊരിടപാടിലൂടെ, ആശയ ഗാംഭീര്യമുള്ളൊരു പ്രതിജ്ഞയിലൂടെ, ഉടമ്പടിയിലൂടെ
അതാ നിക്കാഹ് നടത്താൻ സുന്നത്താണെന്ന് പ്രഖ്യാപിച്ച് പ്രോത്സാഹിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ്. പുതിയ പെണ്ണിനും പുതിയ പിളയ്ക്കും പ്രിയങ്കര സമുദായത്തിലെ രണ്ടാത്മപത്മങ്ങളായി പരിഗണിച്ച് മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹ്റസ സുലുസൈ ദീനി ഫൽയത്തഖില്ലാഹ ഫിസ്സുലുസിൽ ബാഖി. സദാചാരബന്ധിതമായ ജീവിതത്തിന് ഊടും പാവും നൽകുന്ന നിക്കാഹ് റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ പെട്ടതാണെന്ന് പഠിപ്പിച്ച് ബ്രഹ്മചര്യ വേണ്ട, സന്യാസം വേണ്ട, വൈചാരിക മണ്ഡലങ്ങളെ വിലയോടെ കാണുന്ന ഇസ്ലാം അതിനനുമതി നൽകിയിട്ട്, അതിന് പവിത്രത നൽകിയിട്ട്, വിരുന്ന് സൽക്കാരം നടത്തുന്നവർക്ക് പോലും കൂലി നൽകുമെന്ന് പറഞ്ഞ് 3 ദിവസത്തേക്ക് ജമാഅത്തിന് പോലും തൊട്ടടുത്ത പള്ളിയിൽ വരെ പോകണമെന്ന് നിർബന്ധമില്ല. ജമാഅത്തിന്റെ പ്രത്യേക ഉസ്ർ ബോധിപ്പിക്കാൻ അവന് വീട്ടിൽ പുതിയ പെണ്ണുമായി ആ കഴിഞ്ഞുകൂടുന്ന കാലയളവിൽ അനുമതിയുണ്ട്. പക്ഷേ നിസ്കാരം മുടക്കാൻ പറ്റില്ല. എന്നിട്ട് അതെല്ലാം തന്ന ദീനിനെ അതാ പടിക്ക് പുറത്തു നിർത്തി കല്യാണം എത്തുന്ന സമയത്ത് ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിം ബിഇഹ്സാൻ. ഈ വാചകത്തിന്റെ അർത്ഥം സാധാരണ മുസ്ലിംമാർ പറയാറില്ല. ഇതിന്റെ മാന പറഞ്ഞു കൊടുക്കാറില്ല. സവ്വജതുക വഅൻകഹതുക ബിന്തി ഡാഷ് ഡാഷ് ബിമഹരി ഡാഷ് ഡാഷ് ഖബൽതു മിൻക നികാഹ. ഇതൊക്കെ പറഞ്ഞു കൊടുക്കും, ഇതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുക്കും. ആദ്യം പറഞ്ഞ വാചകം അർത്ഥം പറഞ്ഞു കൊടുക്കാറില്ല. ഒന്ന് സമയമില്ലാത്തതുകൊണ്ടാണ്. മാത്രമല്ല കുറച്ചു നേരം നീണ്ടാൽ പിന്നെ മുസ്ലിയാരെ ആരും പരിഗണിക്കൂല. എങ്ങനെ? നിക്കാഹിന് മുമ്പ് ആ ഉസ്താദെ മറന്നുപോയി വന്ന് വിളിക്കുക, ഉസ്താദ് വന്ന് ഖൈറായി 2 പ്ലേറ്റ് ബിരിയാണിയൊക്കെ തരുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നിക്കാഹൊക്കെ കഴിഞ്ഞാൽ പിന്നെ മുസ്ലിയാരെ ശ്രദ്ധിക്കാറില്ല. നിങ്ങളുടെ നാട്ടിലല്ല കേട്ടോ, വേറെ കുറെ നാടുകളിൽ. അപ്പൊ ആ തരത്തിൽ മുസ്ലിയാർ എങ്ങനെയെങ്കിലും ആ ഇസ്സത്ത് നിലനിർത്തി വളരെ പെട്ടെന്ന് സൗകര്യം ചെയ്ത് പോകാൻ ഉസ്താദിനും ധൃതിയ. അതേ സമയത്ത് ഈ കല്യാണക്കാർക്കും ധൃതിയ. അതുകൊണ്ട് അത്യാവശ്യം ഇവിടുത്തെ ആളുകൾ അറിയാൻ വേണ്ടി മലയാളത്തിൽ ഒന്ന് പരിഭാഷ ചെയ്യുമ്പോ അത് ഈ ഇടപാടിനെ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. പരിഭാഷ ചെയ്യണമെന്നില്ല, അറബി തന്നെ പറഞ്ഞാൽ മതി. നിക്കാഹ് എന്നുള്ള പദമൊക്കെ തന്നെ വരണം. അതുകൊണ്ട് ബിദഈ കക്ഷികൾ കാണിക്കുന്ന കോപ്രാട്ടികൾ നിക്കാഹായി പലയിടത്തും രൂപപ്പെടുന്നില്ല. പോട്ടെ, ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടന്നു പോകുന്നില്ല. സർവ്വ മേഖലയും ഫിത്നയുണ്ടാക്കിയവരാണ് ബിദ്അത്തുകാർ. ഈമാൻ കവർന്നു തിന്നുന്നവരാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെ പ്രിയപ്പെട്ട സഹോദരാ, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിം ബിഇഹ്സാൻ. ഈ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് ആ പറഞ്ഞതിന്റെ മാന? ഉസവ്വിജുക, നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരുന്നു. അലാ മാ അമറല്ലാഹു തആല ബിഹി, അല്ലാഹ് കൽപ്പിച്ചതനുസരിച്ച് നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരികയാണ്. അങ്ങനെ ഒരു ഉടമ്പടി വെച്ചുകൊണ്ടാണ്, പടച്ച റബ്ബിനെ മുൻനിർത്തി അല്ലാഹു കൽപ്പിച്ച ഒന്നനുസരിച്ചാണ് നിനക്ക് കല്യാണം കഴിച്ചു തരുന്നത്. അതെന്ത്? മിൻ ഇംസാകിൻ ബിമഅറൂഫ്, നന്മയുടെ മാർഗത്തിൽ ഇവളെ കൊണ്ട് നടക്കുക. ഔ തസ്രീഹിൻ ബിഇഹ്സാൻ, അല്ലെങ്കിൽ മാന്യമായി തിരിച്ചേൽപ്പിക്കുക. ഇങ്ങനെ അമ്മോശം പറഞ്ഞിരുന്നു. നിക്കാഹ് നടത്തിയപ്പോ സ്ത്രീധനം വാങ്ങാത്ത മാന്യനായ ചെറുപ്പക്കാരനോട് തന്നെ പിരിവെടുത്ത് നടത്തിയ കല്യാണമാണെങ്കിലും ആ പാവപ്പെട്ട പിതാവ് ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, അള്ളാഹിന്റെ മാർഗത്തിൽ നന്മക്കനുസരിച്ച് ഇവളെ കൊണ്ട് നടക്കുക, ഇല്ലെങ്കിൽ മാന്യമായി തിരിച്ചേൽപ്പിക്കുക. മാമ ഇങ്ങനെ പറഞ്ഞോ എന്ന് ഇപ്പോഴാ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളില്ലേ സവ്വജതുക വഅൻകഹതുക ബിന്തി ഡാഷ് ഡാഷ് എന്ന് പറഞ്ഞോണ്ടേ നമ്മൾ ഖബൽതു മിൻക നികാഹ എന്ന് പറഞ്ഞ് ഇഞ്ഞ് മേടിച്ചോണ്ട് പോരുന്നു. വലിയൊരു ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിയില്ല. അവിടം മുതൽ തുടങ്ങുന്ന സാമൂഹിക പ്രക്രിയയുടെ അടിസ്ഥാന ശില അബദ്ധത്തിലായി പോയാൽ പിന്നെ എങ്ങനെയാണ് അതിന്റെ ശിഖരങ്ങൾ നന്നാകുക? അവിടമേ പിഴച്ചു. പിന്നെങ്ങനെയാണ് പിഴവ് വരാതിരിക്കുക?
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ മുതൽ ശ്രദ്ധിക്കാതെ പിന്നെ കുഞ്ഞ് പറക്കുന്ന സമയത്താണെ പറയേണ്ടതില്ല, വിഷയമല്ലാത്തോട് പോകുന്നില്ല. പണ്ടൊക്കെ തൊട്ടുകൊടുക്കാൻ നല്ല സ്വാലിഹീങ്ങളോ സാധാത്തുക്കളെയൊക്കെ തിരക്കിയിരുന്നു. ഇപ്പൊ അങ്ങനല്ല. ഒരു കൊമ്പം മീശക്കാരൻ, റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ടാകണം, അല്പം വാട്ടീസ് അടിച്ചാലും വേണ്ടിയില്ല. ഇപ്പൊ ആകെ രക്ഷ റിയൽ എസ്റ്റേറ്റ് കൊണ്ടാ. അതുകൊണ്ട് അയാളെ കൊണ്ട് തൊട്ടുകൊടുത്തേക്കാം. പിന്നെ ഹമുക്കിനെ പോലല്ലേ ഈ കുട്ടി വരൂ. പേരിടുന്ന സമയത്തോ പാപ്പാന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം, ഉമ്മാന്റെ പേരിന്റെ അവസാനത്തെ അക്ഷരം, കിടന്ന ആശുപത്രിയിലെ നടുക്കലത്തെ അക്ഷരം ഏതെങ്കിലും നായയുടെ പൂച്ചയുടെ പേരായിരിക്കും. അജി, കുജി, കിജി, സിജി, സുജു, എന്തൊക്കെ പേരാണ് സുബ്ഹാനല്ലാഹ് ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് ബാപ്പുട്ടി എന്ന് പറയുന്ന ഒരു പിതാവ്, അസൂറ എന്ന് പറയുന്ന ഉമ്മ, പാപ്പാന്റെ ഉമ്മാന്റെ എല്ലാം കൂടെ ചേർത്ത് കുഞ്ഞിന് ബാസൂർ എന്ന് പേരിട്ടു. ഈ കുട്ടി ഇങ്ങനെ പഠിച്ച് വന്ന് 3-ാം ക്ലാസ്സിൽ ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മദ്രസ പുസ്തകത്തിൽ പരീക്ഷിക്കപ്പെട്ട രോഗങ്ങളുടെ പേര് പറയുന്ന കൂട്ടത്തിൽ ബാസൂരിൻ, മൂലക്കുരു പോലെ അർത്ഥം പറഞ്ഞു കൊടുത്തു. അർശസിനാണെങ്കിൽ പറയുന്നത്. ഉടനെ ഈ കുട്ടിയെ എല്ലാവരും തോണ്ടാൻ തുടങ്ങി. ബാസൂറേ ബാസൂറേ ബാസൂറേ. അവന്റെ മദ്രസ പഠനം നിന്നു. ചിന്തിക്കാതെ, ആലോചിക്കാതെ, അർത്ഥം പഠിക്കാതെ, ആ മഹാന്മാരായ ആലിമീങ്ങളോട് ചോദിച്ചറിയാതെ ഇട്ടതാ. വേറെ ചിലരുണ്ട് വലിയ ഇസ്ലാമികത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാ. ഇന്നലെ വരെ ഞങ്ങൾ കള്ളുകൂടിയന്മാരായിരുന്നു, ഇപ്പൊ അൽഹംദുലില്ലാ ഞങ്ങൾ നന്നായിരിക്കുന്നു, ഒരു ജമാഅത്ത് ഇവിടെ എത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ ചിലപ്പോൾ വലിയ ഇസ്ലാമിക ശൈലിയൊക്കെ പറയും. പക്ഷേ അർത്ഥം ചിന്തിക്കുന്ന അറിവുള്ള ആലിമീങ്ങളോട് ചോദിച്ചറിയാത്തോണ്ട് ചില അബദ്ധങ്ങൾ അവരുടെ പേരിലും കാണാം. ഉദാഹരണത്തിന്, ഒരിടത്തൊരു പിതാവ് നിക്കാഹിന്റെ സദസ്സിൽ ചെന്നു. പെൺകുട്ടിയുടെ പേരെന്താന്ന് വലിയന്റെ അടുത്ത് ചോദിച്ചു. വലിയ പറഞ്ഞു ഹാമില എന്നാണ് പേര്. നല്ല ഇസ്ലാമിക ശൈലിയുള്ള ഒരു പേരാ ഹാമില. ഫാത്തിമ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രാസം. ഹലീമ എന്നൊക്കെ നല്ല പേരല്ലേ. റസൂലുള്ളാഹിക്ക് മുല കൊടുത്ത ഉമ്മാന്റെ പേര് ഹലീമത്തു സഅദിയ. ആ ഹലീമ എന്നൊക്കെ ഉള്ള പേരിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ആണെന്നൊക്കെ തോന്നി ഇയാള് ഹാമില എന്നും കിട്ടും. ഞാൻ സിജി, കുജി എന്നൊന്നും അല്ല ഇടുന്നത്, ഞാൻ വളരെ ഇസ്ലാമിക ശൈലിയിലുള്ള പേരാ. പക്ഷേ എന്താണെന്ന് ആരോടും ആലോചിക്കാതെ ആലിമീങ്ങളോട് ബന്ധപ്പെടാതെ കിട്ടും. അവർ ആലിമീങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കുന്നവരെ അല്ല. പക്ഷേ അർത്ഥത്തിന്റെ അബദ്ധം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിക്കാഹിനിരിക്കുമ്പോൾ പേര് ഇത് പറഞ്ഞു കൊടുത്താൽ നിക്കാഹ് നടത്തത്തില്ലെന്ന് പറയാൻ ഖത്തീബിന് കഴിയില്ലല്ലോ. നിക്കാഹ് നടത്തി കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഉദ്യോഗസ്ഥനല്ലേ ഖത്തീബ്. അതുകൊണ്ട് നിക്കാഹ് നടത്തി കൊടുക്കുകയാണ്. ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല. ഇതൊക്കെ പറഞ്ഞു. സവ്വജതുക വ അൻകഹതുക ബിന്തി ഹാമില ബിമഹ്റിൻ മബ്ലഗുഹു 100 റൂബിയ. 101 രൂപ മഹറിന് നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരുന്നു ഹാമിലായെ. ഞാൻ സ്വീകരിച്ചു. ഖബൽതു മിൻക നിക്കാഹ. എന്താണ് ഹാമില എന്ന വാക്കിന്റെ ആദ്യത്തെ മീനിങ്? എന്താണ് ഫസ്റ്റ് മീനിങ്? ആദ്യത്തെ അർത്ഥം ഗർഭിണി എന്നാണ്. അപ്പൊ എന്താ ഈ അർത്ഥം? എന്റെ മകൾ ഗർഭിണിയെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തരുന്നു. ഈ പാവപ്പെട്ടവൻ പറഞ്ഞു അല്പം ഭാരം കൂടുതലാണെങ്കിലും ഞാൻ സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. ഈ മാതിരി എന്തെല്ലാം അബദ്ധങ്ങളാണ് ലോകത്ത് നടക്കുന്നത് സഹോദരങ്ങളെ. അപ്പൊ ആലോചിക്കാതെ ആ പേരിടുന്ന സമയത്ത് അവർ ചിന്തിക്കുന്നില്ല. പിന്നെ പഠിപ്പിക്കുന്ന സമയത്തോ സുബ്ഹാനല്ലാഹ് LKG, UKG, DOG എന്നിങ്ങനെ പറഞ്ഞ് മേപ്പോട്ട് പോവുകയാ. പ്ലേ സ്കൂള് മുതൽ ഇസ്ലാമിക വിദ്യാഭ്യാസം ഒന്നും കൊടുക്കാതെ എങ്ങനെയെങ്കിലും മോൻ കുറച്ച് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ചിന്താഗതി. നിങ്ങളുടെ തൊട്ടടുത്ത പ്രദേശം ആലുവായിക്കടുത്തൊരു മോസ്റ്റ് മോഡേണിസ്റ്റ് ഫാമിലി, മോസ്റ്റ് മോഡേൺ ഫാമിലിയാണ്. അവര് ഇങ്ങനെ പഠിപ്പിച്ചു വന്നു. പഠിപ്പിച്ചൊക്കെ വന്നിട്ട് ഇങ്ങനെ LKG, UKG എന്നൊക്കെ പറഞ്ഞ് അവസാനം ചുരുക്കി പറഞ്ഞ അമേരിക്കയിൽ ഹയർ സ്റ്റഡീസിന് വിട്ടു. ഉന്നത ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വാപ്പ മരിച്ചു. ഇവിടുന്ന് ടെലഗ്രാം ചെന്നു, ഫാദർ എക്സ്പയർഡ്, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. വാപ്പ കാഞ്ഞുപോയി, എത്രയും പെട്ടെന്ന് വരണം. ഇവൻ അവിടുന്ന് കുറെ മണിക്കൂറുകൾ യാത്ര ചെയ്തൊക്കെ അല്ലേ ഇവിടെ വരാൻ പറ്റൂ. 1-2 ദിവസം പിടിച്ചു. ഇവിടെ വരുമ്പോഴത്തേക്ക് വാപ്പ ഖബറിലേക്ക് പോയി. ഇവിടെ വന്നു. ഇവന് കിട്ടിയ സാങ്കേതിക പരിജ്ഞാനം വെച്ച്, ഒരു സാമാന്യ ബോധം, കോമൺ സെൻസ് വെച്ചിട്ട് ഇവൻ ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഉമ്മ, വാപ്പക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന സംഗതി എന്താണ്? ഫാദറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് മദർ? ഉടനെ ഉമ്മ പറഞ്ഞു, ഒന്നും പറയണ്ട മോനെ, വാപ്പ ഒരു വാദത്തിന്റെ രോഗിയായിരുന്നു.
എപ്പോഴും ചൂടായിരുന്നു വാപ്പയ്ക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. ഇവന്റെ മനസ്സിൽ ഇങ്ങനെ തറച്ചു. ഇവനിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വിഷമിച്ച് കണ്ണുനീരൊഴുക്കി നടക്കുക. അപ്പോഴാണ് ഒരു ദിവസം കവലയിൽ കൂടെ പോകുമ്പോൾ കാരണവന്മാരവിടെ നിന്നുകൊണ്ട് പാസ്സാക്കുന്നു. കണ്ടില്ലേ ഒരുത്തൻ, എവിടെയാണ് മീശ എവിടെയാണ് താടിയെന്നറിയാതെ സർവ്വതും കോൺക്രീറ്റ് ചെയ്ത് മോനെ അമേരിക്കയെ വിട്ട് പഠിപ്പിച്ചിരിക്കുക. അതേ സമയത്ത് വാപ്പമാര് ചെയ്യുന്ന കുഴപ്പം, അവൻ മരിച്ചിട്ട് ഈ വാപ്പക്ക് വേണ്ടി ഈ ചെക്കൻ ഒരു ചുക്കും ചെയ്യുന്നില്ല. ഒന്ന് ഖബർ സിയാറത്തെങ്കിലും ചെയ്തുകൂടെ, ആ ഖബറിന്റെ അടുത്തെങ്കിലും പോയിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ കുട്ടി അറിയുന്നത് ഖബറിന്റെ അടുത്തൊന്ന് പോകണമെന്ന്. ഖബർ ചോദിച്ച് പള്ളിക്കാട്ടിൽ ഖബറിന്റെ അടുക്കലെത്തി. അപ്പൊ തൊട്ടടുത്തൊരു ഖബറിന്റെ അടുക്കൽ നിന്നുകൊണ്ട് രണ്ട് കൈകളും ഉയർത്തി ഒരു SSFകാരൻ ദുആരക്കുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി അബീ വ ഉമ്മീ. വാപ്പക്ക് ഉമ്മക്ക് ഒക്കെ ദുആരക്കുകയാണ്. ഖിത്അത്തി ഖൽബി വ മൽജഇ മഹബ്ബതി, എൻ്റെ കൽബിന്റെ കഷ്ണമായ സ്നേഹത്തിന്റെ നീരുറവ, വറ്റാത്ത നിറകുടമായ ആ ഉമ്മക്ക് അല്ലെങ്കിൽ ഉപ്പക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. SSFകാരൻ ദ്വാരക്കുകയാണ്. എന്തോ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് വാപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഈ കാഴ്ച കാണുമ്പോൾ ഈ കുട്ടിയും കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കി. പക്ഷേ എന്ത് പ്രാർത്ഥിക്കണമെന്ന് ഇവൻ അറിഞ്ഞൂടാ. അപ്പൊ അവന്റെ നോർമൽ ബ്രെയിനിൽ ചിന്തിച്ചു, വാപ്പക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചൂടാണെന്ന്. റബ്ബേ, എൻ്റെ വാപ്പാന്റെ ഖബറിനെ നീ തീയാൽ നിറയ്ക്കണേ അല്ലാ. കാരണം തീ ഉണ്ടെങ്കിലല്ലേ ചൂട് വരാൻ പറ്റും. ഇത്രമാത്രം അതപ്പതിച്ചു പോയ മദ്രസയുടെ തിണ്ണ പോലും കാണാത്ത തരത്തിൽ അപകടകരമായി നീങ്ങുന്ന എത്രയോ അവസ്ഥകൾ നമുക്ക് കേരളത്തിൽ തന്നെ ഒറ്റപ്പെട്ട സ്ഥലത്ത്, മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ പറയേണ്ടതില്ല. ആ തരത്തിൽ നമ്മൾ കാണുന്നു സഹോദരങ്ങളെ. ഈ കുട്ടിയെ പിന്നെ വളർന്നു വരുമ്പോ അനുസരിക്കുന്നില്ല ഉസ്താദേ. അവൻ ഇങ്ങോട്ട് വിളിച്ചപ്പോ എടാന്ന് വിളിച്ചപ്പോ പോടടാ എന്ന് പറഞ്ഞ് തിരിഞ്ഞോടുന്നു. ചരട് മന്ത്രിച്ചു തരണമെന്ന് പറഞ്ഞ് നടന്നിട്ട് പ്രയോജനമില്ല. ബിസ്മി ചൊല്ലേണ്ട സമയത്ത് ബിസ്മി ചൊല്ലിയില്ല. മണിയറയിൽ സൂക്ഷിക്കേണ്ട പദവി ആ മര്യാദകൾ പാലിച്ചില്ല. അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാൻ എന്ന് പോലും ഈ പഹയൻ പറഞ്ഞില്ല. പിന്നെ എങ്ങനെയാ നന്നാകുക? ഹറാമിൽ പിറന്നതാകുകയല്ലേ. അല്ലാഹുവിന്റെ ദീന് നിശ്ചയിച്ച മുഴുവൻ കടമ്പകളും മാറ്റിവെച്ചുകൊണ്ട് ഇവനങ്ങ് ദുനിയാവിന്റെ പിറകെ പോയാൽ പിന്നെ ആ കുട്ടി എങ്ങനെയാണ് നന്നായി കിട്ടുക? അതുകൊണ്ട് മോനെ, നിക്കാഹിന്റെ സദസ്സിലേക്ക് കടന്നു വരുമ്പോ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിന്റെ, ഒരു കുടുംബ പശ്ചാത്തലത്തിന്റെ വ്യക്തമായ രൂപീകരണമാണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കി ഒരു ഉമ്മ ഒരു ഉപ്പ മകൾക്ക് ഭർത്താവിനെ തിരയുമ്പോൾ സാമ്പത്തിക മാനദണ്ഡമായി കാണുന്നതിന് കുഴപ്പമില്ലെന്ന് ദീൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് മാത്രമാകണ്ട. ദീനാണ് ഏറ്റവും മുന്തിയ പരിഗണന നൽകേണ്ടത്. ഭാര്യയെ നോക്കുമ്പോ ഭർത്താവിനെ നോക്കുമ്പോ അത് ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ആര് നോക്കുന്നു? കാസർഗോഡ് ജില്ലയിൽ ചെന്നപ്പോൾ ഒരു പുതിയ ആചാരം തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ അവിടെ എല്ലായിടവും ഇല്ല. തീരെ വിവരമില്ലാത്ത ചില ഫാമിലികൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ടൂറിന് പോകും. കല്യാണത്തിന്റെ നിശ്ചയം കഴിഞ്ഞിട്ട് നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് പുതിയ വണ്ണം പുതിയ ആപ്പിളയും ഊട്ടി, മൈസൂർ, തേക്കടി തുടങ്ങിയ സ്ഥലത്തേക്കൊക്കെ ടൂറിന് പോവുകയാ. എന്നിട്ട് ഇവരെങ്ങാണം ഒട്ടിച്ചേർന്നാലോ എന്നത് നോക്കാൻ വേണ്ടി കാവൽ പട്ടികളായി മാതാപിതാക്കളും. വലിയ നിരീക്ഷണമല്ലേ, ഇവര് വലിയ പാസാക്കലല്ലേ. അല്ലാഹു തആല വിരോധിച്ച മുഴുവൻ കാര്യങ്ങളിലേക്കും കടന്നു ചെന്നിട്ട് ഒരു കൂസലുമില്ലാതെ ജീവിക്കുന്നോ മോനെ? എന്നാൽ അവര് മനസ്സിലാക്കിക്കോട്ടെ, ഒന്നാം മണിയറ ഉള്ളറയാണ്, രണ്ടാം മണിയറ മണവറയാണ്,
മൂന്നാം മണിയറ കല്ലറയാണ്, നാലാം മണിയറ മശ്ശറയാണ്. ഒന്നാമത്തെ മണിയറയാകുന്ന ഉമ്മാന്റെ പള്ളയിൽ നിന്ന് കാര്യബോധമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് നീ കാര്യബോധമുള്ള ലോകത്തേക്ക് കടന്നു വന്ന് പരീക്ഷണാർത്ഥത്തിൽ നിനക്ക് ഇബാദത്തെടുക്കാനുള്ള വേദിയാണെന്ന് അല്ലാഹു പറഞ്ഞിട്ട് പോലും നീ ആ ഇബാദത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുകയാണ് എങ്കിൽ നീ നിക്കാഹ് നടത്തിയിട്ട് നിന്റെ രണ്ടാമത്തെ മണിയറയിൽ മാനവ മഹിമകൾ മണിമകുടമണിയുന്ന മധുരമന മരതക മണിയറ എന്ന് അല്ലാഹുവിൻ്റെ ദീന് വലിയ പ്രാബല്യത്തോടെ പ്രാധാന്യത്തോടെ പഠിപ്പിച്ച പരിശുദ്ധമായൊരു വേദിയായിരുന്നു. അതിനെ മലീമസമാക്കിക്കൊണ്ട് രസകരമായ സംഭാഷണങ്ങൾക്ക് വേണ്ടിയാണ്, വേറെ ഒന്നും എനിക്ക് ചിന്തിക്കണ്ടെന്ന് പറഞ്ഞ് നിസ്കാരവും ദീനീ ചിട്ടയും മാറ്റിവെച്ച് അവളുമായി സംസാരിച്ച് കിടക്കുന്നു. ആ പെണ്ണ് ചെക്കനുമായി സംസാരിച്ച് തൻ്റെ സംരക്ഷണം ഇവൻ്റെ കയ്യിൽ ഉറപ്പാണെന്ന് ബോധ്യപ്പെടാൻ ഒരുങ്ങുന്നു. ആ സമയത്താണ് പെട്ടെന്ന് അതാ രസനയുടെ ചലനമസ്തമിച്ചു. ബുദ്ധിയുള്ള പെണ്ണ് കൈപ്പള്ള അല്ലെങ്കിൽ കൈത്തണ്ട നാസാരന്ധ്രക്കളുടെ നേർക്ക് ഭർത്താവിൻ്റെ മൂക്കിന് നേരെ വെച്ചു നോക്കുമ്പോ കാർബൺ ഡയോക്സൈഡിൻ്റെ ബഹിർഗമനത്തിൻ്റെ താളം കയ്യിലടിക്കുന്നില്ല, ആ ഊഷ്മാവ് പതിക്കുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് ഈ ഭർത്താവ് അടുത്ത മണിയറയാകുന്ന കല്ലറയിലേക്ക് യാത്രയായി. മൂന്നാം മണിയറ കല്ലറയാണ്. ആ മൂന്നാം മണിയറയാകുന്ന കല്ലറയിലേക്ക് പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ചിന്തിക്കാതെ രണ്ടാം മണിയറ ശാശ്വതമാണെന്ന് ധരിച്ചു പോയോ? വേണ്ട മോനെ. കമ്മിൻ അറൂസിൻ സയ്യനൂഹാ ലിസൗജിഹാ, ഇണയ്ക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കിയ എത്ര നവമിഥുനങ്ങളാണ്. വഖദ് ഖുബിദത് അർവാഹുഹും ലൈലത്തൽ ഖദ്രി, നിർണായക രാത്രിയിൽ അവരുടെ റൂഹ് പിടിക്കപ്പെട്ടു പോയി. ആ ചിന്തയാണ് ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന ചിന്ത. അതുകൊണ്ട് തഖ്വയുടെ പ്രത്യേകമായ അവസ്ഥയ്ക്ക് ഏത് ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷത്തിൽ മാറ്റം വന്നുകൂടാ. ആ തയ്യാറെടുപ്പിൻ്റെ വിഭവം നഷ്ടപ്പെട്ടുകൂടാ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെയൊക്കെ നമുക്ക് കിട്ടിയെന്ന അഭിമാനത്തോടെ നമ്മൾ പറയുമല്ലോ. നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ്, നല്ല റിസൾട്ടിനെ ഈ ലോകത്ത് സമ്മാനിച്ചത്. നിങ്ങൾക്കറിയുമല്ലോ, 20 വയസ്സിൻ്റെ ചെറുപ്പക്കാരൻ നടന്നു പോകുന്ന സമയത്തതാ പാടത്തിൻ്റെ വരമ്പിൻ്റെ സൈഡിൽ നിന്ന് ഒരു നെൽക്കതിരിങ്ങനെ കട്ട് ചെയ്തു പോയി. അറിയാതെ കയ്യിൽ അടർത്തിയെടുത്ത ആ നെൽക്കതിരുമായി മുമ്പോട്ട് വെച്ച കാല് അല്പം കഴിഞ്ഞ് വല്ലാതെ ചിന്തിച്ച് കരഞ്ഞ് തിരിച്ചു വരികയാണ്. ഇതിനോട് യോജിച്ച, ഇതിനോട് ചേർത്ത് വെക്കാവുന്ന നെൽക്കതിര് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയുന്നു. പടച്ചവനെ, ഇതാരുടെ പറമ്പാണ്, ആരുടെ നെൽക്കതിരാണ്, ഞാനിത് അടർത്തിക്കൊണ്ടു പോകുന്നത് ന്യായമല്ലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചു നടന്ന് ആ വീട്ടുകാരൻ്റെ അടുക്കൽ ചോദിച്ചറിഞ്ഞു എന്ന് പൊരുത്തം ചോദിച്ചപ്പോ പൊരുത്തം ചോദിക്കുന്നയാളെ കണ്ട വീട്ടുകാരൻ അത്ഭുതപ്പെട്ട് 1000 തവണ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അല്പം കഴിഞ്ഞ് 2 കൊല്ലത്തിന് ശേഷം അതാ പബ്ലിക് വാട്ടറിലൂടെ ഒഴുകി വന്നൊരു ഫ്രൂട്ട് എടുത്ത് കഴിച്ചു. റബ്ബേ, ഇതിൻ്റെ അടിസ്ഥാനമാരാ? ഇതാരുടെ പറമ്പിലതാ? ഒമാനബത്ത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി, ഹറാമിൽ നിന്ന് മുളച്ചത് നാളെ സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്കാണ് ബന്ധപ്പെട്ടത്. സാമ്പത്തിക സമത്വത്തിൻ്റെ നെരിപ്പോടിൽ പലിശ എന്നെഴുതി കാണിക്കുന്നിടത്ത് ഇന്ന് വരെ പ്രവേശനമില്ലാതിരുന്ന, പ്രവേശിക്കാൻ മടി കാണിച്ചിരുന്ന മുസ്ലിമിൻ്റെ നാമം ധരിച്ചുകൊണ്ട് പലിശ കൂടാരങ്ങളുണ്ടാക്കി വയറു വീർപ്പിക്കുന്നവർ
ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിന് നേരത്തെ അവരുടെ ശിക്ഷ കാണിച്ചു കൊടുത്തു. ആകാശം മുട്ട വീർക്കുന്ന വയറുമായി തിരിയാനും പിരിയാനും കഴിയാത്ത നിലക്ക് അവരതാ കിടന്ന് വല്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ശിക്ഷ അതിഭീകരമാണ്. അത് കണ്ട് പേടിച്ച് വേദനിച്ച് വരഞ്ഞുകൊണ്ട് നബിതങ്ങൾ ജിബ്രീലിനോട് ചോദിക്കുന്നു, മൻഹഉലാഇ യാ ജിബ്രീൽ, ഇതാരാണ് ജിബ്രീലേ? അവരാണ് ആ പലിശ തിന്നവരാണ് നബിയേ. നബിതങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, ലഅനല്ലാഹു ആകില റിബാ വമൂകിലഹു വകാതിബഹു വശാഹിദഹു. തിന്നുന്നവൻ മാത്രമല്ല, തീറ്റിപ്പിക്കുന്നവൻ മാത്രമല്ല, അതാ സാക്ഷി നിൽക്കുന്നവൻ, എഴുതുന്നവൻ, സർവരും അല്ലാഹുവിൻ്റെ ശാപത്തിനിരയാണ്. ആ വലിയ പാപത്തിൽ പോലും കുടുങ്ങിയിട്ട് എങ്ങനെയും സമ്പാദിക്കണമെന്ന് ചിന്തിച്ച്, എങ്ങനെയും വയറു നിറക്കണമെന്ന് ആലോചിച്ച് ആധുനിക ലോകത്ത് കടന്നു പോകുന്ന മൂല്യശോഷണം സംഭവിച്ച മുസ്ലിമേ, ചിന്തിച്ചോളൂ. ഒരു പഴം ഒഴുകി വന്നത് പൊതുജലത്തിലാണ്, അത് മത്റൂക്കിൻ്റെ ഹുക്കുമാണ്. എന്നിട്ട് പോലും കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ആ പുഴയോരത്തുകൂടി ദീർഘകാലം നടന്ന് കണ്ടുപിടിച്ച് തോട്ടത്തിൽ നിന്ന് ചാഞ്ഞു നിൽക്കുന്ന മരത്തിൻ്റെ ഉടമ ആ തോട്ടത്തിൻ്റെ ഉടമയെ കണ്ട് പൊരുത്തം ചോദിക്കുമ്പോൾ നേരത്തെ പൊരുത്തം ചോദിക്കാൻ പോയ ആളെപ്പോലെയല്ല, ഇതൊരു സീരിയസ് ആയ ആളാണ്. അയാൾ പറഞ്ഞു, അങ്ങനെ അങ്ങ് പൊരുത്തപ്പെടാൻ കഴിയില്ല. ഈ തോട്ടത്തിന് മതിൽ കെട്ടാനുള്ള കല്ല് അപ്രോപ്രിയേറ്റ് ആയ നിലക്ക്, വളരെ യോജിച്ച നിലക്ക് ഇവിടെ ചുമന്നിട്ട് തരാമോ? പൊരുത്തപ്പെടുന്ന കാര്യം ആലോചിക്കാം. ലോഡിങ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ചെറുപ്പക്കാരൻ, 22 വയസ്സിൻ്റെ സുമുഖനും സുന്ദരനുമായ യുവാവ്, ആ മഹാൻ അവിടുത്തെ ശരീരത്തെ തഴുകി, നെറ്റിയിൽ തഴുകി, പുന്നാര ശിരസിൽ ചുമന്ന് ആ കല്ല് അതാ കൊണ്ടിട്ട് കൊടുക്കുന്നു. ക്ഷീണിച്ചവശനായി വന്ന് ഡ്യൂട്ടി ചെയ്ത സംതൃപ്തിയോടെ ആഖിറത്തിലെ ലോകത്ത് മഹ്ശറിൽ എനിക്കെതിരെ ഒരു അപ്പീല് വരരുത് എന്ന് കൊതിച്ച ചെറുപ്പക്കാരൻ വന്നിട്ട് പൊരുത്തപ്പെട്ടല്ലോ, ഞാൻ പോകട്ടെയോ ചോദിക്കുന്ന സമയത്ത് തോട്ടത്തിൻ്റെ ഓണർ പറയുന്നു, ഇല്ല ഇല്ല, എനിക്കൊരുപാട് നിഅമത്ത് പടച്ചവൻ തന്നിട്ടുണ്ട്, തോട്ടങ്ങൾ തന്നിട്ടുണ്ട്, പലവിധമായ സമ്പത്ത് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു പരീക്ഷണമുണ്ട്. എൻ്റെ മകളാണ്, അവൾക്ക് കൈകാലുകളോ കണ്ണ് കാതുകളോ ഇല്ല. അവളാണ് എനിക്കൊരു വലിയ പരീക്ഷണം. അവളെ നീ കല്യാണം കഴിച്ചാൽ നിനക്ക് ഞാൻ പൊരുത്തം പൂർണ്ണമായി തരാം എന്ന് പറയുമ്പോൾ ആ ചെറുപ്പക്കാരൻ ഞെട്ടി, പടച്ചവനെ, കൈകാലുകൾ കണ്ണുകാതുകൾ ഇല്ലാത്ത ഒരു മാംസപിണ്ഡത്തെ വരിക്കുകയോ? ഇല്ല ഇല്ല, ഞാൻ ഈ പരീക്ഷണത്തിൽ പരാജയപ്പെടില്ല. നാളെ ആഖിറത്തിൽ 14,74,426 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ ഇന്നു നിൽക്കുന്ന സൂര്യൻ ഒരൊറ്റച്ചാണിൻ്റെ ദൂരത്തിൽ 7 ഇരട്ടിയായി ഉദിച്ചു നിൽക്കുന്ന ആ വലിയ പ്രതിസന്ധിയുള്ള ലോകത്ത് മഹ്ശറിൽ എനിക്ക് രക്ഷപ്പെടണ്ടേ. അതുകൊണ്ട് എനിക്കിതൊരു വിഷയമല്ല. ഞാനാ കുട്ടിയെ കെട്ടാൻ റെഡിയാണ്. പക്ഷേ ഈ കല്യാണം കഴിച്ചാലെങ്കിലും എനിക്ക് പഴയ പഴത്തിൻ്റെ വിഷയം പൊരുത്തപ്പെട്ടു തരുമോ
ഇൻഷാ അല്ലാഹ് പൊരുത്തപ്പെട്ടു തരാമെന്ന് പറഞ്ഞപ്പോ നിക്കാഹിനങ്ങിരിക്കയാ. നിക്കാഹ് നടത്തിക്കൊടുക്കുന്ന വലിയ അതാ തോട്ടത്തിന്റെ ഉടമ ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിം ബിഇഹ്സാൻ. ഇത് പറയുമ്പോഴാണ് പിടയ്ക്കുന്നത്. റബ്ബേ, ഉത്തരവാദിത്വമുണ്ടല്ലോ. മാംസപിണ്ഡം കണക്കെ കടന്നു വരുന്ന പെൺകുട്ടിയെ ഇസ്ലാമിക രംഗത്ത് സൂക്ഷ്മതയോടെ കൊണ്ടു നടന്നില്ലെങ്കിൽ എനിക്ക് വലിയ ആപത്താണല്ലോ. റബ്ബേ, ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കാൻ എനിക്ക് കെൽപ്പ് തരണമെന്ന് കൊതിച്ച് എനിക്കതിന് കഴിയുമോ എന്ന് കരഞ്ഞ് ആ നിക്കാഹിന് കൈകൊടുത്ത ചെറുപ്പക്കാരൻ സവ്വജ്തുക വഅൻകഹ്തുക ബിന്തി ഫാത്തിമ എന്ന് പറയുമ്പോഴേക്ക് ഖബിൽതു മിൻക നിക്കാഹ പറഞ്ഞത് സ്വീകരിച്ചു, നിക്കാഹ് നടത്തി. ആ വലിയ പണ്ഡിതനായ തോട്ടത്തിൻ്റെ ഉടമ പെൺകുട്ടിയുടെ പിതാവ് ആ കാണുന്ന മണിയറയിലേക്ക് പോയിക്കോളൂ, അവിടെയാണ് എൻ്റെ മകളുള്ളതെന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരനെ പറഞ്ഞയക്കുമ്പോ ചെറുപ്പക്കാരൻ മണിയറയുടെ വാതിലിൽ കാണുന്നത് അപ്സരസായ സർവാംഗ സുന്ദരിയായ ഒരവയവത്തിനും തകരാറില്ലാത്ത ഒരതാ സ്വർഗീയ സുന്ദരിയെ പോലെ പുഞ്ചിരി തൂകി മർഹബ ചൊല്ലുന്ന ഒരു സുന്ദരിയായ പെണ്ണാട്. ഉടനെ വെച്ച കാല് പിറകോട്ടെടുത്ത് ബഹുമാനപ്പെട്ട ആ പെണ്ണിന്റെ പിതാവിനോട് വന്നിട്ട് കയർക്കുകയാണ്. ഓ മനുഷ്യ, നിങ്ങൾ എന്നെ എന്താണ് ചെയ്തത്? ഒരു ചെറിയ ഹറാമൊന്ന് മാറിക്കിട്ടാൽ നിങ്ങളെടുത്ത് യാചിച്ചു വന്ന് കഠിനാധ്വാനം ചെയ്ത എന്നെ വലിയ ഹറാമ് ചെയ്യിപ്പിച്ചോ? ഒരന്യ പെണ്ണിനെ എന്നെ കാണിച്ചു പോയോ? നിങ്ങൾ പറഞ്ഞ കയ്യും കാലും കണ്ണും കാതുമില്ലാത്ത പെണ്ണല്ലല്ലോ അവിടെ നിൽക്കുന്നത്. നിങ്ങൾ എന്തൊരു പണിയാ എന്നോട് കാണിച്ചത്? ചോദിക്കുമ്പോ മോനെ ചൂടാകണ്ട, ഞാൻ പറഞ്ഞ വാക്കിന് വിശദീകരണം ഞാനല്ലയോ തരേണ്ടത്? കണ്ണും കാതും കയ്യും കാലുമില്ലെന്ന് ഞാൻ പറഞ്ഞത് ഹറാമുമായി ബന്ധപ്പെട്ട കൈകാലുകളോ കണ്ണ് കാതുകളോ എൻ്റെ മകൾക്ക് ഇല്ലെന്നാ. ഞാൻ എൻ്റെ മകളൊരു പരീക്ഷണമാണെന്ന് പറഞ്ഞത് അവളുടെ ജീവിതത്തിലുള്ള ഗ്യാരണ്ടിയാണ്. അവളൊരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല. ഇത്ര സൂക്ഷ്മമായ എൻ്റെ മോൾക്ക് യോജിച്ചൊരു വരൻ ദുനിയാവിലുണ്ടെന്ന് ഞാൻ കരുതിയില്ല. രാത്രിയുടെ യാമങ്ങളിൽ അതാ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം റബ്ബിനോട് ഇരക്കുന്ന ദുആയിൽ പ്രധാന അജണ്ട ഞാനും എൻ്റെ വൈഫും ഉന്നയിക്കുന്നത് മകൾക്ക് ലാഹിഖായൊരു ഭർത്താവിനെ നീ തരുമോ റബ്ബേ? ആ ദുആ സ്വീകരിച്ചു. നിന്നെ അല്ലാഹു ഇവിടെ എത്തിച്ചു. ആ പഴത്തിന് പൊരുത്തം ചോദിച്ച് കടന്നു വരുമ്പോ തന്നെ എൻ്റെ മകൾക്ക് യോജിച്ച ഭർത്താവെന്ന് ഞാൻ വിലയിരുത്തി. പക്ഷേ മകളുടെ ഗ്യാരണ്ടി അനുസരിച്ച് നിങ്ങൾക്കും ഗ്യാരണ്ടി ഉണ്ടോ എന്ന് പരീക്ഷിക്കാനാണ് ചുമടെടുപ്പിച്ചത്. മോനെ പൊരുത്തപ്പെടണേ. പിന്നെ ഞാൻ വിശദീകരണത്തിൽ അവ്യക്തത കാണിച്ചത് ഒന്നുകൂടി പരീക്ഷിക്കാനായിരുന്നു. അതുകൊണ്ട് നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്ന ഫാത്തിമ തന്നെയാ മർഹബ ചൊല്ലി വാതിലിൽ പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ നിന്നത്. അതുകൊണ്ട് ചെന്നോളൂ, ഒട്ടും സംശയിക്കണ്ട. അതാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്
പടച്ചവനെ സ്തുതിച്ചുകൊണ്ട് രണ്ടാമത് ചെല്ലുമ്പോ കരയുന്ന ഫാത്തിമ. എന്തിനാണ് കരയുന്നത്? ഫസ്റ്റ് സൈറ്റിൽ നിന്നെ ഞാൻ പരിഗണിച്ചില്ല, ഇഅ്തിബാർ ചെയ്തില്ലെന്ന നിലക്കാണോ? അല്ലല്ല, ഒരു പ്രഥമ രാത്രിയിൽ അലിയാർ തങ്ങളും ഫാത്തിമ റളിയല്ലാഹു അൻഹയും ആഖിറത്തെക്കുറിച്ച് ചിന്തിച്ച് കരഞ്ഞില്ലയോ? അലിയാർ തങ്ങൾ കരച്ചിൽ കണ്ടിട്ട് ഫാത്തിമ, റസൂലുള്ള ഇന്നലെ വരെ നിന്നെ വല്ലാതെ സംരക്ഷിച്ചിട്ട് ഇന്ന് പാവപ്പെട്ട സമ്പത്തില്ലാത്ത അലി നിന്നെ സംരക്ഷിക്കില്ലെന്ന് ധരിച്ചാണോ കരയുന്നത്? അല്ല അല്ല വല്ലഭ, എന്നെ തെറ്റിദ്ധരിക്കരുത് അലിയാർ തങ്ങളെ. ഇന്നലെ വരെ റസൂലുള്ളാഹിന്റെ കരങ്ങളിൽ, ഇന്നു മുതൽ അലിയാർ തങ്ങളുടെ കരങ്ങളിൽ സുരക്ഷിതയായ എനിക്ക് നാളെ പരലോകത്ത് ആരുടെ സംരക്ഷണമാ, ആഖിറത്തിൽ ആരുടെ കയ്യിലാ ഞാൻ സുരക്ഷിതയാകുക? അത് ചിന്തിച്ച് കരഞ്ഞ ഫാത്തിമയോട് പ്രതിപത്തി പുലർത്തിയ അലിയാർ തങ്ങൾ ഫാത്തിമ കരഞ്ഞതല്ലേ, ആഖിറത്തെ ചിന്തിച്ച് കരഞ്ഞതാ. അതുകൊണ്ട് തെറ്റിദ്ധരിക്കല്ല. ഇബാദത്തിന് ഇരുവരും മതിയാവോളം സമയം കണ്ടെത്തി. പ്രഥമ രാത്രിയിൽ പോലും പടച്ച റബ്ബിനെ വല്ലാതെ ഭയന്ന ആ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലാണ്, ആ ദാമ്പത്യ വല്ലരിയിൽ ഉൽഫുല്ലസൂനമായി പിറന്ന മുത്താണ്, മുത്തിൻ്റെ മുത്താണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ഗ്രൗണ്ട് നന്നാകാതെ റിസൾട്ട് നന്നാകണമെന്ന് പറഞ്ഞാൽ വളഞ്ഞ പടി കൊണ്ടുപോയി നിലത്ത് കുത്തിയിട്ട് നേരെയുള്ള നിഴല് കിട്ടണമെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലഭിക്കാൻ പ്രയാസമല്ലയോ? അതുകൊണ്ട് കല്യാണ വീടുകളിൽ തന്നെ ശ്രദ്ധിച്ചോ മോനെ, ആഖിറത്തിലൊരു വിചാരണയുടെ ലോകമുണ്ടെന്ന്. ഫകം മിൻ അറൂസിൽ زينوها لزوجها وقد قبضت أرواحهم ليلة القدر فكم من فتى أمسى وأصبح ضاحكا وقد نسجت أكفانه وهو لا يدري وكم من صحيح مات من غير علة وكم من سقيم അവസാനമായി മഹാനവറുകൾ പറയുന്നു, എത്ര ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ് മക്കളെ വളരെ പെട്ടെന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞത്. മതിയായ കാരണമൊന്നും ഭൗതിക ലോകത്തിന് കണ്ടെത്താൻ കഴിയുന്നില്ല, ശാസ്ത്രത്തിന് അതാ ഡയഗ്നൈസ് ചെയ്യാൻ കഴിയുന്നില്ല, വളരെ വലിയ കാരണങ്ങളൊന്നും പറയാനില്ല. എന്നിട്ടും എത്ര ചെറുപ്പക്കാരാ, കമ്മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി, കാരണമില്ലാതെ എത്ര ആരോഗ്യമുള്ളവരാണ്, ആരോഗ്യതരുടെ ഗാത്രരാണ് അസ്തമിച്ചു പോയത്. വകമ്മിൻ സഖീമിൻ നാശ ഹിനം മിനദ്ദഹരി, അടുത്ത മണിക്കൂറിൽ അന്ത്യശ്വാസം വലിക്കും, അടുത്ത ദിവസം മരിക്കാനിടയുണ്ട് എന്ന് ധരിച്ച എത്ര രോഗികളാണ് ഇപ്പോഴും കട്ടിലിൽ കിടന്ന് ജീവിക്കുന്നത്. അത് നീ ആലോചിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് അല്ലാഹു തആല നിശ്ചയിച്ച സമയം, നിശ്ചയിച്ച ദിവസം നിനക്കറിയില്ല. അറിയാത്ത നീ ആഖിറത്തിലെ മരണമില്ലാത്ത ജീവിതം അത് നന്നാക്കിയെടുക്കുന്നതിന് മരണമെന്ന പ്രത്യേക മേഖലയോടടുക്കുമ്പോൾ അല്ലാഹുക്ക് പൊരുത്തപ്പെട്ട നിലക്ക് വേദനയില്ലാത്ത മരണം പിടിപെടാൻ ഉള്ള അവസ്ഥക്ക് വേണ്ടി നീ ആഗ്രഹിച്ച് പെരുമാറി പ്രവർത്തിച്ചോളൂ. അതാണ് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അത്തർ പൂശിയിട്ട് ഇസ്രായേലിന് സ്വീകരണം നൽകിയ മഹാനാണ് കേട്ടോ. എത്രയോ പേര് അല്ലാഹുവിൻ്റെ സ്വർഗം കണ്ട് സന്തോഷിച്ച്
ലോകത്തോട് പുഞ്ചിരിച്ച് യാത്ര പറഞ്ഞവരുണ്ട്. ഈ അവസ്ഥയാണ് നമുക്കും കിട്ടേണ്ടത്. ആ ഒരു പദവിയിലേക്കാണ് നമ്മൾ ഉയരേണ്ടത്. അതുകൊണ്ട് ദുനിയാവ് മുഖ്യ ലക്ഷ്യമാകണ്ട. സമ്പത്ത് ഹലാലല്ലാത്തത് നമുക്ക് വേണ്ട. മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചെന്ന് കരുതി ഫർദ് ഐനായ നിസ്കാരം ഒഴിക്കണ്ട, നോമ്പ് ഒഴിക്കണ്ട. നമുക്കും മരിക്കേണ്ടവരാണെന്ന ബോധം നമ്മളിൽ നിന്ന് മാറിപ്പോകണ്ട. ലാ തർകനന്ന ഇല ദുനിയാ വമാ ഫീഹാ ഫൽമൗതു ലാ ശക്ക യുഫ്നീന വയുഫ്നീഹാ. വളരെ വ്യക്തമായി അതാ ചിന്തിച്ചോളൂ. ദുനിയാവിലേക്ക്, ദുനിയാവിലുള്ളതിലേക്ക്, ദുന്യവിയായ വിഭവങ്ങളിലേക്ക് നീ വല്ലാതെ ഇഴുകിച്ചേർന്ന് കളയണ്ട. ഫൽമൗതു ലാ ശക്ക യുഫ്നീനാ വയുഫ്നീഹാ. മരണം നിസ്സംശയം നമ്മയും ഈ ദുനിയാവിനെയും ദുനിയാവിലുള്ള സർവ്വതിനെയും നശിപ്പിക്കും എന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വഅമല്ലിദാരിൻ ഗദൻ റിദ്വാനു ഖാസിനുഹാ വൽജാറു അഹ്മദു വറഹ്മാനു നശീഹാ. ആഖിറത്തിന്റെ ലോകത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി നീ അമൽ ചെയ്തോ. ആ സ്വർഗമേതാൻ? ആ സ്വർഗീയ ഭൂമി എങ്ങനെയുള്ളതാണ്? റിദ്വാൻ അലൈഹിസ്സലാം അതിൻ്റെ കാവൽക്കാരനാണ്. മാത്രമല്ല സയ്യിദുനാ വ ഹബീബുനാ വ മഅശൂഖുനാ മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് അവിടെ അയൽവാസിയായി ഉള്ളത്. വറഹ്മാനു നശീഹാ. അല്ലാഹുവാണത് സംവിധാനിച്ചിട്ടുള്ളത്. മാത്രമല്ല ഖുസൂറുഹാ ദഹബുൻ, അതിൻ്റെ മാളികകളോ ഒറിജിനൽ സ്വർണമാ. വൽമിസ്കു തീനതുഹാ, അതിൻ്റെ മണ്ണോ കസ്തൂരിയ, അതിൻ്റെ പശ്ചാത്തലം കസ്തൂരിയ. വസ്സഅഫറാനു ഹശീശുൻ നാബിതുൻ ഫീഹാ, മുളച്ചു നിൽക്കുന്ന കളച്ചെടി പോലെ ദുനിയാവിൽ നിൽക്കുന്ന കളച്ചെടിക്ക് പകരം അവിടെ കുങ്കുമമാ. ആഗ്രഹിക്കുന്നത് കിട്ടുകയാ, ഉദ്ദേശിക്കുന്നിടത്ത് പോകുകയാ, ആരുമായും ബന്ധപ്പെടാൻ അവസരമാ. ഹൂറുല്ലീങ്ങൾ ഇഷ്ടം പോലെയാ, ചെറിയ മക്കള് സേവനം ചെയ്യാൻ ഇഷ്ടം പോലെയാ. അവിടെ നിയമങ്ങളില്ല, അവിടെ റിസ്ട്രിക്ഷൻ ഇല്ല, അവിടെ നിരോധനമില്ല. അവിടെ കള്ളിൻ്റെ ആറുണ്ട്, പാലിൻ്റെ തേനിൻ്റെ പ്രത്യേകമായ മധുരമുണ്ട്. അവിടെ പ്രത്യേകമായി ഹൂറുല്ലീങ്ങളുമായും സ്വാലിഹത്തായ ഭാര്യമാരുമായും ഒക്കെ ബന്ധപ്പെടാം. ആർക്കും ക്ഷീണമില്ല. 33 വയസ്സ് തന്നെയാ. അതാ ഫലം തിന്നുന്നതോ അള്ളാഹു ഉദ്ദേശിക്കുന്നതൊക്കെയും തരികയാ. ഇങ്ങനെ വലിയ സ്വർഗീയമായ അവസ്ഥയിലേക്ക് പോകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. മറിച്ച് മഹ്ശറയിലെ വിചാരണയിൽ പരാജയപ്പെട്ടു പോയാൽ വലിയ നഷ്ടപാട്. ചെറുപ്പക്കാരാ, നിനക്കറിയുമോ നബിതങ്ങൾ സദാ ജനിച്ചു എന്ന് കേട്ടപ്പോ റസൂലുള്ളയാണെന്നറിഞ്ഞിട്ടില്ല. പിൽക്കാലത്ത് തങ്ങളുടെ വാദത്തെ എതിർക്കാൻ വരുന്ന പ്രവാചകനാണെന്നറിഞ്ഞിട്ടില്ല. ഒരാൺകുട്ടിയാണ് അബ്ദുൽ മുത്തലിബിൻ്റെ കുടുംബത്തിൽ പിറന്നത്, ഹാഷിം വംശത്തിൽ പിറന്നത്. ഖുറൈശികൾക്കൊരാൺകുട്ടി പിറന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് സുവൈബ എന്ന അടിമ സ്ത്രീയെ മോചിപ്പിച്ച് ആ രംഗത്ത് സന്തോഷം പ്രകടിപ്പിച്ച അബൂലഹബിനുണ്ടല്ലോ, ആ കുട്ടി റസൂലുള്ളാഹി ആയതുകൊണ്ട് അതാ
സ്വർഗത്തിൽ അദ്ദേഹത്തിന് കിടക്കാൻ ഈമാനില്ല. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് അതാ തിങ്കളാഴ്ച ദിവസം മുസബ്ബിഹ വിരലിൽ നിന്ന് ശുദ്ധജലം പൊട്ടിയൊഴുകുന്നതാ. അഥവാ കുടിക്കാൻ ഉള്ള വെള്ളം ആ ചുണ്ടുവിരലിൽ നിന്ന് കിട്ടുകയാണ്. കാരണം എന്താ? നബിതങ്ങളെ കുറിച്ച് സന്തോഷിച്ചത് കൊണ്ടാണ്. അതുപോലെ നബിതങ്ങളുടെ മൂത്താപ്പ നബിതങ്ങളെ വല്ലാതെ സംസ്കരിച്ച സംരക്ഷിച്ചയാളല്ലയോ? അവസാനവും നബിതങ്ങളെ കെട്ടിപ്പിടിച്ചുമ്മ വച്ച മൂത്താപ്പയോട്, മൂത്താപ്പ ഒന്ന് ഹിദായത്തിൻ്റെ വഴി തെരഞ്ഞെടുത്ത് ഷഹാദത്തിൻ്റെ കലിമയൊന്ന് ചൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ. മോനെ, ഏറ്റവും ഉത്കൃഷ്ടമായ മതമാണ് നീ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം എന്നറിയാം. പക്ഷേ എനിക്കിപ്പം അങ്ങോട്ട് വരാൻ കഴിയാത്തത് എൻ്റെ അഭിമാനബോധമാണ്. എന്നെ ഇന്നലെ വരെ സേവിച്ചു നടന്ന ശത്രുക്കൾ ഈ അന്തിമ നിമിഷത്തിൽ ഞാൻ നിലപാട് മാറ്റിയാൽ എന്നെ കാലുമടക്കി തുപ്പിക്കളയും, ആക്ഷേപിച്ചു കളയുമല്ലോ. അതെനിക്ക് പറ്റിയതല്ലെന്ന് പറഞ്ഞ് മരിക്കാനൊരുങ്ങുമ്പോൾ മൂത്താപ്പ ഹിദായത്തില്ലാതെ മരിക്കേണ്ടി വരുന്നു എന്ന് കണ്ട് കരഞ്ഞ നബിയെ സമാധാനിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ ഹിദായത്തിൻ്റെ പ്രചരണമാണ് കൊടുക്കുന്നത് ഞാനാണ്, അവിടുന്ന് വേദനിക്കണ്ട, അവിടുത്തെ ഡ്യൂട്ടി എത്തിച്ചു കൊടുക്കലാണ് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ആ അബൂ താലിബ് എന്ന മൂത്താപ്പ സ്വർഗത്തിൽ കിട്ടണമെന്ന് നബിതങ്ങൾ വല്ലാതെ കൊതിച്ചതാ. ഈമാനില്ലാത്തത് കൊണ്ട് അത് ലഭിച്ചിട്ടില്ല. പക്ഷേ നരകത്തിലേറ്റവും ചെറിയ ശിക്ഷ ഈ മൂത്താപ്പക്കാണ്. ഏറ്റവും ചെറിയ ശിക്ഷ അബൂ താലിബിനാണ്. ആ ശിക്ഷയെക്കുറിച്ച് വിവരിക്കുന്ന ഹദീസിന്റെ കിതാബുകളിൽ ആ ശിക്ഷയെ വിവരിക്കുന്ന സ്ഥലം എൻ്റെ ചെറുപ്പക്കാരാ, 2 തീക്കട്ടയാലുള്ള ചെരുപ്പാണ് അബൂ താലിബിന് അണിയാൻ കൊടുക്കുക. അഥവാ ഏറ്റവും ചെറിയ ശിക്ഷ ഏതാണ്? ആ ചെരുപ്പിലങ്ങ് ചവിട്ടിയാൽ തലച്ചോറ് വരെ പതഞ്ഞു പൊങ്ങി ഉരുകി തിളയ്ക്കും. ആ നിലക്കുള്ള ചെരുപ്പാകുന്ന ശിക്ഷ മാത്രമേ അബൂ താലിബിനുള്ളൂ. ഇതേറ്റവും ചെറിയ നരകത്തിലെ ശിക്ഷയാ. ഇത് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ ദീന് നമ്മെ ഉണർത്തുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ ദുനിയാവിൽ തെറ്റുകളുടെ കൂമ്പാരമായി മലകൾ സൃഷ്ടിച്ചുകൊണ്ട് നടക്കുന്ന നമുക്ക് അല്ലാഹു തആല സ്വർഗം കാണിച്ചു തരുന്ന വേള കണ്ട് നബിതങ്ങളെ കണ്ണടച്ച് സ്വർഗത്തിലേക്കൊരു പാസ് വാങ്ങി യാത്രയാകണ്ടയോ? നമുക്കും മരിക്കേണ്ടവരല്ലയോ? നന്നായി ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്ക ചൊല്ലി സ്വർഗം കണ്ട് റസൂലുള്ളാഹിന്റെ മുഖം കണ്ട കണ്ണ് അടയ്ക്കാൻ നാഥനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ.